ബാക്ക് ടു മുസിരിസ് കഫേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചുക്കാപ്പി റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഈ ചുക്കാപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചുക്കാപ്പി ഉണ്ടാക്കാൻ ആദ്യമായി ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു പട്ട, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഈ ഇല പനിക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ഇലയാണ്. ഇത് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലി 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, പിന്നെ കാപ്പിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ശർക്കര ആവശ്യത്തിന്, പിന്നെ ചുക്ക് 1 ടേബിൾ സ്പൂൺ ചുക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വേണ്ടത് ഒരു കഷ്ണം മഞ്ഞൾ. ഇത് ഉണക്കമഞ്ഞളാണ്. പച്ചമഞ്ഞളാണെങ്കിൽ അതാവും ബെറ്റർ. തുളസിയുടെ ഇല കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. കൃഷ്ണ തുളസി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്ന വസ്തുക്കളാണ് മല്ലിയും ജീരകവും ഉലുവയും ഒക്കെ. അപ്പോൾ നമുക്കിനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. എന്നിട്ടാണ് നമ്മൾ ചുക്കാപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുരുമുളക്, പട്ട, ജീരകം, മഞ്ഞൾ, ചുക്ക് ഇവയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഞാനിവിടെ ഇപ്പോൾ കുരുമുളക് പൊടിച്ചിട്ടുണ്ട്, പിന്നെ മഞ്ഞൾ പൊടിച്ചിട്ടുണ്ട്, ചുക്ക് പൊടിച്ചിട്ടുണ്ട്, ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, പട്ട, ജീരകം, പിന്നെ പൊടിക്കാത്തുള്ളത് മല്ലിയും ഉലുവയും. അത് രണ്ടും പൊടിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊടിച്ചാൽ ഉലുവയൊക്കെ പൊടിച്ചാൽ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് ഞാനത് പൊടിക്കാതെ അങ്ങനെ തന്നെ ഇടുന്നത്. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാത്രത്തിൽ 1.5 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കര, പൊടിച്ച് വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ശർക്കര മുഴുവൻ ഉരുകി വരണം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്നവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾ, കാപ്പിപ്പൊടി, പനിക്കൂർക്ക ഇവ ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് 3 ഞാൻ അവസാനം ഇടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് നമ്മുടെ 1.5 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് വറ്റി 1 ഗ്ലാസ്സായിട്ട് മാറണം. ഇപ്പോൾ ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ, പൊടിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞൾ ചേർത്ത് കൊടുക്കണം. അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. കാപ്പിപ്പൊടി ഇട്ടാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. പനിക്കൂർക്ക ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചുക്കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അരിച്ചെടുത്ത് വേറെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചുക്കാപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തിയാണ്. പ്രത്യേകിച്ച് പനി, ചുമ, തൊണ്ടവേദന ഇവക്കൊക്കെ നല്ലൊരു മെഡിസിനാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.